സർ, സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള കേന്ദ്ര വിഹിതങ്ങൾ നമുക്ക് കേരളത്തിന് ലഭ്യമാകുന്നില്ല എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുന്നിലുണ്ട്. സർ, 2023-24 കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഫണ്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. 2521.99 കോടി രൂപയ്ക്കാണ് ROP ഗ്രാന്റായി കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നത്. ഇതിൽ ഈ വർഷം 1376.70 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടിയിരുന്നത്. NHM റിസോഴ്സ് അടിസ്ഥാന സൗകര്യ വികസനം, കൈൻ ഗ്രാന്റ് എന്നീ വിഭാഗങ്ങളിലാണ് തുക അനുവദിക്കുന്നത്. ഈ തുകയിൽ സർ 60-40 എന്ന അനുപാതത്തിലാണ്. 60 കേന്ദ്രം, 40 സംസ്ഥാന സർക്കാർ. സർ, അതിൽ കേന്ദ്രം അനുവദിക്കേണ്ടത് 826.02 കോടിയാണ്. സംസ്ഥാനത്തിന് 550.68 കോടിയും. സർ, കേന്ദ്രം ഇതിൽ ഇപ്പോൾ 3 സാമ്പത്തിക വർഷത്തിന്റെ 3 പാദം പൂർത്തിയായി നമ്മൾ 4ാം പാദത്തിലാണുള്ളത്. പക്ഷെ 1 രൂപ പോലും, അത് ഈ 3 പാദം കൂടിയാകുമ്പോൾ 278.4 കോടി രൂപ കഴിഞ്ഞെങ്കിലും 1 ഗഡു പോലും അനുവദിച്ചിട്ടില്ല. സർ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കുന്നത്? സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ട 40% വിഹിതം അനുവദിച്ചുകൊണ്ടാണ് NHM-ൽ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളം നൽകുന്നത്. ഇത് വലിയ രീതിയിൽ നമ്മുടെ പല മേഖലകളെ ബാധിക്കുന്നുണ്ട്. സർ, ഉദാഹരണം പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിച്ച ഒരു പദ്ധതിയാണ്. അതിൽ കേന്ദ്രം ഒരു വിഹിതം നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 1 രൂപ പോലും അവർ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൽ അവർ പറയുന്ന ഒരു കാര്യം സർ, ബ്രാൻഡിംഗ് നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ ബ്രാൻഡിംഗ് നടത്തിയിരുന്നു. ആ വാദം വാസ്തവ വിരുദ്ധമാണ്. സംസ്ഥാനത്ത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുകൾ, കുടുംബാരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജനകീയ ആരോഗ്യ കേന്ദ്രം, ആ പേരുകൾ നിലനിർത്തിക്കൊണ്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരുകൾ കൂടി അതിനൊപ്പം ചേർത്ത് വെക്കാം എന്ന് പറഞ്ഞ് അത് ചേർത്ത് വച്ചു. പക്ഷെ എന്നിട്ടും സംസ്ഥാന സർക്കാരിന് അർഹമായിട്ടുള്ള തുക അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അത് വലിയ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ബാധിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്.